നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. അതിൽ ആദ്യത്തേതായ നിറം മഞ്ഞ നിറമാണ്. രണ്ടാമത്തെ നിറം ചുവപ്പ് നിറമാകുന്നു. ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെ വിശദമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നിറമായ മഞ്ഞയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിചാരിച്ചതായ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതാണ്. അത് പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, ധനലാഭം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ ശക്തി കുറയുന്നത് പോലെ അനുഭവപ്പെടുന്നതാകുന്നു. എന്നാൽ അത് സാഹചര്യങ്ങളാൽ മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശക്തി, മനോബലം വർദ്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, അഥവാ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായുള്ള ശ്രമങ്ങൾ നടത്തുക. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. വഴിത്തിരിവുണ്ടാക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ, അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിലേക്ക് വഴിത്തിരിവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും നിങ്ങൾ മുഖം തിരിക്കുവാൻ പാടുള്ളതല്ല. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏത് കാര്യത്തിലും ദൈവത്തിന്റെ ഒരു സഹായം, ഇഷ്ടദേവതയുടെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും. ഉപദ്രവിച്ചവർക്ക് പലപ്പോഴും മാപ്പ് നൽകുന്നവർ തന്നെയാണ് നിങ്ങൾ. അല്ലെങ്കിൽ ചില വ്യക്തികളോട് അത്തരത്തിൽ മാപ്പ് നൽകുവാൻ സ്വയം തീരുമാനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന അവസരമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് ദൈവമായി തന്നെ, ഇഷ്ടദേവതയായി തന്നെ അവർക്ക് അർഹമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും. മറ്റുള്ളവരെ പലപ്പോഴും സഹായിക്കുന്നവരാണ് നിങ്ങൾ. സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നവരാണ് നിങ്ങൾ. അത് തുടർന്ന് പോരുന്നത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. ഇനി എന്ത് എന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാം. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. മുൻവിധിയോടെ പെരുമാറാതെ ഇരിക്കുവാനാണ് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന ചിന്ത, പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം. ചില കാര്യങ്ങൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. പുതിയ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അവ നിങ്ങൾ സ്വീകരിക്കുക എന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യേണ്ടത്. കഷ്ടതകൾക്ക് വലിയ വില നൽകുക തന്നെ വേണം.
കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല കാര്യങ്ങളും താൽക്കാലികമാണ്, അല്ലെങ്കിൽ ആ ദുരിതങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഏറ്റവും മോശമായ ചില സാഹചര്യങ്ങൾ കടന്ന് വന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വ്യക്തിയായി തന്നെ മാറുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും. ഈശ്വര ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം രോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിക്കുകയോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ചികിത്സ ലഭിച്ച് പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഇപ്പോൾ ജീവിതത്തിൽ ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി വന്നു എന്ന് വരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം വ്യക്തമായി തന്നെ ഓർക്കുക. ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നിറമായ ചുവപ്പാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി കടന്നു വരാൻ പോകുന്ന ചില ലക്ഷണങ്ങൾ പ്രകടമാകും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അതിന് മുന്നോടിയാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരാം. അഥവാ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ സമൃദ്ധി ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാശിയുള്ളവരാണ് നിങ്ങൾ എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അമിതമായ വാശി നിങ്ങളുടെ ജീവിതത്തെ പല രീതിയിലും ദോഷകരമായി ബാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ലാഭം നേടിത്തരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധൈര്യം നഷ്ടമാകാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും ധൈര്യം നിങ്ങൾ കൈവിടാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം വാഗ്വാദങ്ങളിലും അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ശത്രുക്കൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും കലഹങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് തരണം ചെയ്ത് മുന്നോട്ട് പോവുകയോ മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ശുഭകരം എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ദോഷമായി തീരും. ഭാവിയിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത ഒരു വ്യക്തി വിരോധിയായി മാറുകയോ അല്ലെങ്കിൽ വളരെയധികം സൗഹൃദ ബന്ധമുള്ള വ്യക്തി നിങ്ങൾക്ക് എതിരായി മാറുകയോ ചെയ്യാം. അതിനാൽ അത്തരം വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കാം. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എത്ര കഷ്ടതകളിലും ധൈര്യം കൈവിടാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനും മറ്റുള്ളവർക്ക് നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കാത്തതായ സ്ഥിതിവിശേഷം വന്നു ചേരുകയും ചെയ്യും. അതിനാൽ ധനപരമായ നേട്ടങ്ങളും മറ്റു രീതിയിലുള്ള ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളായി തന്നെ ചില കാര്യങ്ങൾ നീട്ടിവയ്ക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും നീട്ടിവയ്ക്കുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വ്യക്തമായ ചിന്ത മനസ്സിലേക്ക് കടന്നു വരാം. അത്തരം കാര്യങ്ങളിൽ 2 വട്ടം ചിന്തിച്ച് ഒഴിവാക്കേണ്ടതാണ് എങ്കിൽ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക.
സമ്പൽ സമൃദ്ധി ചില പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാകുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരീക്ഷണഘട്ടമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ചില വിഷമതകളും കഷ്ടതകളും വന്നു ചേരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈശ്വര വിശ്വാസത്തിലൂടെ ഇഷ്ടദേവതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ചില കാര്യങ്ങളിൽ ഭാഗ്യം വർദ്ധിക്കുകയും തന്മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. എന്നാൽ പിന്നീട് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ കാര്യങ്ങളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ്. എന്നാൽ ചിന്തയോടെ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചിലരെ നിങ്ങൾക്ക് അകറ്റി നിർത്തേണ്ടതായി വരും. അതവരുടെ സ്വഭാവത്താലായിരിക്കും എന്ന കാര്യം ഓർക്കുക. ചില വ്യക്തികൾക്ക് അവരുടെ സ്വഭാവത്താൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാലും ഇത്തരത്തിൽ അകറ്റി നിർത്തേണ്ടതായി വരാം. തന്മൂലം വിഷമങ്ങൾ വന്നു ചേരാം. എന്നാൽ മറഞ്ഞിരിക്കുന്ന ചില ശത്രുക്കളെ നിങ്ങൾക്ക് പ്രകടമാവുകയും മനസ്സിലാവുകയും അവരെ അകറ്റി നിർത്തുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായി പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അതെല്ലാം ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക.